ആന നല്ല ദേഷ്യത്തിലാണ്. ബട്ടനെ പൊട്ടിച്ച് കേട്ടോ. ഇത് തിരുവനന്തപുരം ഉള്ളൂർ കാർത്തികനാണ് കേട്ടോ. ആന ഇച്ചിരി കലിപ്പിലാണ്. ആനയുടെ ഇപ്പോഴത്തെ പാപ്പാനായ വിഷ്ണു ബ്രോയെ ചെറുതായിട്ടൊന്ന് തട്ടിയെന്നാണ് കേൾക്കുന്നത്. വലിയ പരിക്കുകളൊന്നുമില്ല. ആളിപ്പം ചെറിയ ചികിത്സയിലാണ്. ആന ഇത്തിരി വാശിയിലും കൂടെയാണ്. അതാ ബക്കറ്റൊക്കെ പൊട്ടിച്ച് എന്ത് കൊടുത്താലും എടുത്തെറിയുന്നൊരു അവസ്ഥയാണ്. നല്ല ദേഷ്യത്തിലാണ് ആൾ. ഇതിന് മുന്നേ ഉള്ള പാപ്പാന, പ്രദീപ് എന്ന പാപ്പാന ആന തട്ടിയിട്ട് വാരിയല് ഒടിഞ്ഞ് അങ്ങനെ മരണപ്പെടുകയാണ് ചെയ്തത്. ഇതുവരെ ഈ 2-2.5 വർഷം കൊണ്ട് ഇപ്പോഴത്തെ പാപ്പാൻ നല്ലൊരു പാപ്പാനാണ്. ആനയോടുള്ള സ്നേഹവും തിരിച്ചും ആന അങ്ങനെയായിരുന്നു. പക്ഷേ എന്ത് കാരണം കൊണ്ടാണെന്ന് അറിയില്ല. ഇനി പ്രശ്നമാവല്ലത്. ഇന്നലെ അവനെ അടിച്ച ഇന്നലെ അടിച്ചിട്ടോ? നല്ല വിഷം നിൽക്കുകയാണ് കേട്ടോ. ആന പട്ടിണിയിലാണ് കേട്ടോ. ഇപ്പം നിലവിലുണ്ടായിരുന്ന പാപ്പാൻ ആന ചെറുതായിട്ടൊന്ന് അടിച്ച് ഹോസ്പിറ്റലിലാണ് പാപ്പാൻ. 2 ദിവസം കൊണ്ട് പട്ടിണിയാണ് ആന. ഇത്തിരി ദേഷ്യത്തിലാണ്. അടുത്ത് പോയി എറിയും കേട്ടോ. ആണോ? അത് ഇളക്കി കൊടുക്കണം കേട്ടോ. കഴിച്ചോളൂ. വെള്ളമാണ് പ്രശ്നം. ഇത് അഴുക്ക് വെള്ളം അല്ലേ? കൊടുത്തോ? കാർത്തി, താൽക്കാലിക ആശ്വാസം കഴിച്ചോ. ഒന്നും ആവൂല. എന്നാലും ആള് വന്നോ? ഇത് തന്നെ എന്ത് പറ്റിയ? നല്ല പരിക്കുണ്ടോ? ഇവിടെ വാരിയല്ല? എപ്പോഴും? ഇന്നലെയാണോ? ഓ, തെറിച്ച് വീണല്ലേ? വേറെ സീരിയസ് ആയിട്ടുള്ള അവിടെ വയ്ക്കുന്ന ബക്കറ്റൊക്കെ പൊട്ടിക്കോ. വേറെ ബക്കറ്റില്ലേ? മാറ്റണം. ചേട്ടാ അടുത്ത് പോകൂലേ? വേണ്ട പാപ്പനാ? തീറ്റ ഇല്ലല്ലേ? ഒരു കമ്പിട്ടിങ് എടുത്താലോ? ബക്കറ്റ് പൊട്ടിക്കും.
എടാ തണ്ണിമത്തം തന്നല്ലേടാ നിനക്ക്? ആണോ? ദേശം ഉണ്ടല്ലേ? തീറ്റ എവിടെ പോകണ നമുക്ക് ആലോചിക്കും. ആന നല്ല ദേഷ്യത്തിലാണ്. ബക്കറ്റിനെ പൊട്ടിച്ചേട്ടാ. പറഞ്ഞില്ലേ ഫോൺ പറഞ്ഞില്ലേ? പൊട്ടിച്ചല്ലേ? ആ പൊട്ടിച്ച്. അതാണ്. കൊടുക്കറ വേണ്ടെന്ന് പറയേ. കൊടു. മതി. നീ വേണ്ടതാണോ? നീ വേണ്ട. വേണ്ട, മതി. നമ്മളത് മനസ്സിലാക്കണം. വീണ്ടും കൊടുത്താൽ വീണ്ടും കയറിയും. അപ്പോൾ ആനയുടെ രണ്ടാം പാപ്പാനും സഹായികളായിട്ടുള്ള രണ്ടുപേരുണ്ട്. അപ്പം അവർ രണ്ടുപേരും ഇപ്പം വന്നിട്ടുണ്ട്. അവർ വെള്ളമൊക്കെ കൊടുത്ത് അടുത്ത് ഓല വെട്ടാനുള്ള പുറപ്പാടിലാണ്. അതാ ബക്കറ്റൊക്കെ പൊട്ടിച്ച് എന്ത് കൊടുത്താലും എടുത്തെറിയുന്നൊരു അവസ്ഥയാണ്.